സ്ത്രീകളുടെ മനസ്സ് വായിച്ചെടുക്കാൻ ആർക്കും കഴിയില്ലെന്നാണ് പൊതുവെ ആളുകൾ പറയാറ്. അത് ശരിയാണ്. സ്ത്രീകളുടെ മനസ്സ് അല്പം സങ്കീർണമാണ്. എന്നാൽ അതുപോലെ തന്നെ വികാരങ്ങളുടെ കാര്യത്തിൽ പുരുഷന്മാരും പെട്ടെന്ന് ആർക്കും പിടികൊടുക്കാറില്ല. ഉള്ളിലുള്ള വികാരങ്ങൾ തുറന്ന് പ്രകടിപ്പിക്കാൻ അവർക്ക് കഴിയാറില്ല എന്നതാണ് സത്യം. പകരം മറ്റു പല രീതികളിൽ അവർ അത് പ്രകടിപ്പിക്കും. പുരുഷത്വം, അതായത് പുരുഷനായാൽ ഇങ്ങനെയായിരിക്കണം എന്ന് സമൂഹം അടിച്ചേൽപ്പിക്കുന്ന ചില മാനദണ്ഡങ്ങളാണ് വികാരങ്ങൾ അടക്കിപ്പിടിക്കാൻ പുരുഷനെ പ്രേരിപ്പിക്കുന്നത്. സത്യത്തിൽ പുരുഷന്റെ ഈ പ്രത്യേകത ഏറെ വലയ്ക്കുന്നത് സ്ത്രീകളെയാണ്. പ്രത്യേകിച്ച് ഒരു ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നിയാൽ അയാൾ ആദ്യം ചെയ്യുക ആ പെൺകുട്ടിയെ അവഗണിക്കുകയാകും. ഒരു കാരണവുമില്ലാതെ ഇയാൾ തന്നെ അവഗണിക്കുന്നത് എന്താണെന്നായിരിക്കും അപ്പോൾ ആ പെൺകുട്ടി ചിന്തിക്കുക. അവർ ആകെ ആശയക്കുഴപ്പത്തിലാവുകയും ചെയ്യും. ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ടാണ് ഒരു പുരുഷൻ അവൻ ഇഷ്ടപ്പെടുന്ന സ്ത്രീയെ അവഗണിക്കുന്നത്. ഒന്ന്, പ്രണയം വിവാഹം എന്ന ബന്ധത്തിലെത്താൻ തയ്യാറല്ല. പ്രണയം തോന്നാൻ എളുപ്പമാണ്. പ്രണയം സ്വാഭാവികമായി ഉള്ളിലുണ്ടാവുന്നതാണ്. വേണ്ടെന്ന് വെച്ചാലും പ്രണയം ഒട്ടിടും. എന്നാൽ ആഴത്തിലുള്ള ഒരു ബന്ധമായി അതിനെ മാറ്റിയെടുക്കണമെങ്കിൽ പുരുഷന് ജീവിതത്തിൽ ചില തയ്യാറെടുപ്പുകൾ വേണ്ടിവരും. അതിനാൽ നന്നായി ആലോചിച്ച് പ്ലാൻ ചെയ്ത് മാത്രമേ ചില പുരുഷന്മാർ ആത്മാർത്ഥമായ ബന്ധത്തിന് തയ്യാറാകൂ. 2, എല്ലാം തകരുമെന്ന പേടി. പ്രണയം തുറന്നു പറഞ്ഞാൽ പ്രണയിനിക്ക് തന്നോടുള്ള അടുപ്പം നഷ്ടപ്പെടുമെന്ന ഭയത്താൽ പ്രണയം മറച്ചുപിടിച്ച് അവരെ അവഗണിക്കുന്ന പുരുഷന്മാരുണ്ട്. ഉള്ളിൽ അഗാധമായ പ്രണയമുണ്ടെങ്കിലും നാണം കൊണ്ടോ മടി കൊണ്ടോ അത് പറയാത്ത എത്രയോ പുരുഷന്മാരുണ്ട്. ചില സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലെയാണ് ഇവിടെയും നടക്കുന്നത്. 3, സമയക്കുറവ്. തിരക്ക് മുതിർന്ന് പക്വത നേടിയ ചില പുരുഷന്മാർക്കും ചിലപ്പോൾ ജീവിത തിരക്കുകൾ കൊണ്ട് പ്രണയം തുറന്നു പറയാൻ പറ്റാറില്ല. കുടുംബം, ജോലി, സുഹൃത്തുക്കൾ, മറ്റ് പാഷനുകൾ എന്നിവയ്ക്കിടയിൽ ഒരു ബന്ധം കൂടി കൊണ്ടുപോകാൻ സാധിക്കില്ലെന്ന് കരുതുന്നവരാണ് ഇവർ. ഇത്തരക്കാർ തങ്ങളുടെ പ്രണയം ചിലപ്പോൾ തുറന്നു പറയാൻ മടി കാണിക്കും. 4, മറുഭാഗത്തു നിന്നും നോ എന്ന മറുപടി. ഒരാളോട് ഇഷ്ടം തോന്നി അത് ധൈര്യത്തോടെ തുറന്നു പറഞ്ഞാലും കാര്യങ്ങൾ അവിടെ തീരുന്നില്ല. അവരുടെ മറുപടി നോ ആണോ യെസ് ആണോ എന്നറിഞ്ഞാലേ ഒരു പ്രണയബന്ധം ആരംഭിക്കുന്നുള്ളൂ. എന്നാൽ ചില നിർഭാഗ്യവാന്മാരായ പുരുഷന്മാർക്ക് പ്രണയിനിയിൽ നിന്നും പ്രതികൂലമായ മറുപടികൾ ലഭിക്കാറുണ്ട്. ഇത് ചില പുരുഷന്മാരെ ആകെ ഉലച്ചുകളയും. അവരിൽ ഈഗോ വളരുകയും ഇഷ്ടപ്പെട്ടവരെ പരമാവധി അവഗണിക്കുകയും സൗഹൃദം തന്നെ വേണ്ടെന്ന് വെക്കുകയും ചെയ്യും ഇക്കൂട്ടർ. 5, ദേഷ്യമോ ആശങ്കയോ കാരണം. പുരുഷന്മാരും സ്ത്രീകളും ചിന്തകളിൽ മാത്രമല്ല വ്യത്യസ്തർ. അവർ കാര്യങ്ങളെ സമീപിക്കുന്ന രീതിയും കാഴ്ചപ്പാടും ജീവിക്കുന്ന ചുറ്റുപാടുമെല്ലാം വ്യത്യസ്തമാണ്. ആണായാൽ വികാരങ്ങൾ അടക്കി വയ്ക്കാനും ഒളിപ്പിക്കാനും കഴിയണമെന്നാണ് ചെറുപ്പകാലം തൊട്ടേ ആൺകുട്ടികൾ കേൾക്കുന്നത്. അതിനാൽ ദേഷ്യമോ ആശങ്കയോ തോന്നിയാലും ചില പുരുഷന്മാർ അത് അടക്കി വയ്ക്കും. അല്ലെങ്കിൽ അതിന് കാരണമായ വ്യക്തിയെ അവഗണിക്കാൻ ശ്രമിക്കും. രഹസ്യം ഒളിപ്പിച്ചു വയ്ക്കുമ്പോൾ മനസ്സിൽ എന്തെങ്കിലും രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കുന്ന പുരുഷന്മാർ അത് പുറത്താകുമോ എന്ന് ഭയന്ന് തങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ത്രീയെ പോലും അവഗണിക്കാറുണ്ട്. എന്നെ ഇഷ്ടമാണ് എന്ന് അവർ ഇങ്ങോട്ട് പറയട്ടെ എന്ന ചിന്ത ചില പുരുഷന്മാർക്കുമുണ്ട്. താൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി ഇങ്ങോട്ട് വന്ന് ഇഷ്ടം പറയണമെന്ന് ആഗ്രഹിക്കാറുമുണ്ട്. ഒരുപക്ഷെ അവർ വളർന്ന സാഹചര്യം അങ്ങനെയാകാം. കാര്യങ്ങൾ തീരുമാനിക്കുന്ന സ്ത്രീകൾക്ക് ബഹുമാനം നൽകുന്ന ഒരു കുടുംബത്തിൽ വളർന്ന ആൺകുട്ടി താൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിക്ക് സ്വന്തമായി ഒരു തീരുമാനമുണ്ടാകും. അതുകൊണ്ട് അവൾ വന്ന് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയട്ടെ എന്ന് കരുതി കാത്തിരിക്കാറുണ്ട്.